വ്യാജരേഖകളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ അതിഥികൾ ബംഗ്ലാദേശികൾ താമസിക്കുന്നു എന്ന് സംശയം. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നിന്ന് അറസ്റ്റിലായ 10 പേർക്ക് കേരള വിലാസത്തിലെ ആധാർ കാർഡൊക്കെ ഉണ്ട്. അറിയാമോ? ആധാർ മാത്രമല്ല, റേഷൻ കാർഡ് വരെയുണ്ട്. ബംഗ്ലാദേശ് പാസ്പോർട്ട് അടക്കമുള്ളവരാണ് കൊട്ടാരക്കരയിൽ താമസിച്ചിരുന്നത്. 700 രൂപയ്ക്കാണ് സംസ്ഥാനത്തെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡുകൾ ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിടിയിലായവർ ചമച്ച വ്യാജരേഖകളുടെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകളായി തുടരുന്ന നുഴഞ്ഞുകയറ്റം. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തിയിലൂടെ പശ്ചിമ ബംഗാളിലേക്ക് എത്തും. അവിടെ നിന്ന് വ്യാജരേഖകൾ സ്വന്തമാക്കും. പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകും. ഇന്ത്യക്കാരായി മാറും. കൊട്ടാരക്കരയിൽ നിന്ന് 10 ബംഗ്ലാദേശികളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. അവരുടെ കൈവശമുള്ള രേഖകൾ കണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടി. കൊല്ലം ജില്ലയിലെ മേൽവിലാസത്തിലുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, എന്തിനാ വ്യാജരേഖകൾ ഉപയോഗിച്ച് റേഷൻ കാർഡ് വരെ സ്വന്തമാക്കി. പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് മുഗൾ ഖാത്തൂൻ എന്ന ബംഗ്ലാദേശി വനിത പശ്ചിമബംഗാളിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് അവർ വ്യാജ ആധാർ കാർഡ് സ്വന്തമാക്കി. പിന്നീട് അവർ കേരളത്തിലേക്ക് വന്നു. അതിനുശേഷം മംതാസ് എന്ന പേരിൽ എല്ലാത്തരം രേഖകളും തിരിച്ചറിയൽ കാർഡുകളും അവർ സ്വന്തമാക്കി. പിന്നീട് ഇവർ ബന്ധുക്കളെ ഓരോരുത്തരെയായി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. മറ്റുള്ളവർ പിടിക്കപ്പെടുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് 2 കുട്ടികളുമായി ഇവർ ബംഗ്ലാദേശിലേക്ക് പോയി. ബംഗ്ലാദേശ് പാസ്പോർട്ട് അടക്കം സ്വന്തമായുള്ളവരാണ് കേരളത്തിൽ നിന്നുള്ള വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യക്കാരായി താമസിക്കുന്നത്. പിടിയിലായവരുടെ ഫോണിൽ നിന്ന് ബംഗ്ലാദേശ് പാസ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സിലായത്. കേരളത്തിലെ മേൽവിലാസത്തിൽ ഇവർക്ക് എങ്ങനെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ലഭിക്കുന്നു? അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രമായി ഇതിനുവേണ്ടിയുള്ളൊരു സംഘമുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച മൊഴി. 700 രൂപ നൽകിയാൽ ഒറിജിനലിൽ വരുന്ന വ്യാജ തിരിച്ചറിയൽ രേഖകൾ ലഭിക്കും എന്നാണ് മൊഴി ആയി ലഭിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 3 ദിവസത്തിനിടെ പിടിയിലായത് 12 ബംഗ്ലാദേശികളാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000-ഓളം പേർ വ്യാജരേഖകളുമായി കഴിയുന്നു എന്നാണ് സൂചന. വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഇന്റലിജൻസും ശക്തമായ അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഒട്ടേറെ ബംഗ്ലാദേശികൾ സംസ്ഥാനത്ത് നിന്ന് പോകാൻ തയ്യാറെടുക്കുന്നുവെന്നും സൂചനയുണ്ട്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. വിവരങ്ങളുമായി തത്സമയം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും ഈ പുലർച്ചെയൊക്കെ പ്രത്യേകിച്ചും ഓഫീസിലേക്ക് വരുന്ന സമയത്ത് വലിയ തിരക്കായിരിക്കും. ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പല സ്ഥലങ്ങളിലും തൊഴിലിനായി പോകാൻ കാത്തു നിൽക്കുന്നവരായിരിക്കും. ഈ അടുത്തിടെയായി അതിന് വലിയ കുറവ് വന്നിട്ടുണ്ട്. പലരും വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് പോയി തിരിച്ചു വരാത്തത് മാത്രമല്ല കാരണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നതിൽ പല ആൾക്കാരും ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി സൂചിപ്പിച്ചത്. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പല ആൾക്കാരും വോട്ട് ചെയ്യാനെന്ന പേരിൽ ഇവിടെ നിന്ന് സ്വന്തം നാടുകളിലേക്ക് പോകുന്നു. അതിനുശേഷം അവർ തിരിച്ചു വരാത്ത സ്ഥിതിയുണ്ട്. പല സ്ഥലങ്ങളിലും കൺസ്ട്രക്ഷൻ മേഖലയായാലും മത്സ്യബന്ധന മേഖലയായാലും മറ്റ് ഇത്തരത്തിലുള്ള തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലകളിലൊക്കെ തന്നെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൊല്ലത്ത് നിന്ന് നൽകാൻ സാധിക്കുന്ന വിവരം 10,000-കണക്കിന് ആൾക്കാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അവർ വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമബംഗാളിന്റെ അതിർത്തി, അതായത് മുസ്താബാദ് വഴി നേരെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് കിടക്കും. അതിനുശേഷം മുസ്താബാദിൽ നിന്നാണ് പലപ്പോഴും ഇവർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നത്, വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അവർ നേരെ വരുന്നതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംസ്ഥാനങ്ങളിലേക്കാണ്. കൂടുതൽ ആൾക്കാർ കേരളത്തിലേക്ക് എത്തുന്നു. കാര്യം ഇവിടെ തൊഴിൽ സ്ഥിരമായി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അല്ലെങ്കിൽ ആക്രി ഇവർക്ക് ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും അതുപോലെ തന്നെ ആദ്യം ചവറയിൽ നിന്നും പിടികൂടിയ ആൾക്കാരൊക്കെ തന്നെ ആക്രി പേർക്ക് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ആ ആൾക്കാർ പിന്നീട് ഇവിടുത്തെ ഒരു മേൽവിലാസം സ്വന്തമാക്കുന്ന സ്ഥിതിവിശേഷമാണ്. കാര്യം
അവർക്ക് ഇവിടുത്തെ റേഷൻ കാർഡുണ്ട്, ഇവിടുത്തെ വിലാസത്തിലുള്ള ആധാർ കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായി മാറുന്നു, ഇന്ത്യൻ പൗരനായി മാറുന്ന ഒരു സ്ഥിതിയിലുണ്ട്. ഇപ്പം ഈ സംഭവത്തിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് പോലും ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബംഗ്ലാദേശ് പാസ്പോർട്ടിന്റെ കോപ്പി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പല ആൾക്കാരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ മൊഴിയായി നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനാണ് സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗവും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന് തീരുമാനിച്ചിട്ടുള്ളത്. അതീവ ഗുരുതരമായിട്ടൊരു വിഷയമാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണിത്. കുറേയേറെ ആൾക്കാർ ഇവിടെ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വ്യാജമായി ഉണ്ടാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള പശ്ചാത്തലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയ ആൾക്കാരുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നാൽ തന്നെ നമ്മുടെ ഒരു സുരക്ഷയ്ക്കൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർ, അതായത് ബംഗാളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ബംഗ്ലാദേശിലെയും ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയിൽ വ്യത്യാസമുണ്ട്. പശ്ചിമബംഗാളിലെ ആൾക്കാർക്ക് ഈ ബംഗ്ലാദേശികളെ തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ അവർ ഭയം മൂലം പലപ്പോഴും പുറത്ത് പറയാറില്ല എന്നുള്ളതാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള ആൾക്കാരെ കൂടുതലായി കണ്ട് അവരിൽ നിന്ന് വിവരം ശേഖരിച്ച് ബംഗ്ലാദേശികളെ കണ്ടെത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ്. ഏതായാലും ക്രമസമാധാനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്ന തരത്തിൽ ഇത്തരം നിരവധി പേർ വ്യാജരേഖകളോടെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് താമസിക്കുന്നു എന്നതാണ് വിവരം. അതിന്റെ വ്യാജരേഖയുടെ വിവരങ്ങൾ, ആ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ നിങ്ങൾ കണ്ടത്. കണ്ണനായരാണ് വിശദ വിവരങ്ങൾ നൽകിയത്.